ഹായ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു പോത്ത് ഐറ്റമാണ്. പൂതി തീർത്ത പോത്ത് വരട്ടിയത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് നമ്മുടെ 1 കിലോ ബീഫാണ് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി അത് മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ചട്ടി, നമ്മുടെ മീൻ ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ചതച്ചെടുത്തത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒത്തിരി നമ്മൾ ഇത് ചെയ്യണ്ട. പെരിഞ്ചീരകം ആദ്യം ഒന്ന് നല്ലോണം പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താണ്. അതൊരു 2 സ്പൂൺ. കുരുമുളക് പൊടി അത് ഇതുപോലെ തന്നെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അത് 1 സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നമ്മുടെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണിത്, കാശ്മീരി അല്ല. അതിനുശേഷം നമ്മുടെ കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ. അത് എരിവില്ലാത്തതാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ. പിന്നെ ഉപ്പ് 1 സ്പൂൺ ഉപ്പ്, 2 തണ്ട് കറിവേപ്പില. അതിലേക്ക് ഒരു 2 നാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഇത് ഞാൻ അടുപ്പിലൊന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം സവോള, മൊത്തം 3 സവോളയാണ് നമ്മൾ എടുത്തേക്കണേ. അതിലൊരു 1/2 സവോള, അതായത് ഒരു 1-1.5 സവോള നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവനെ കൈ കൊണ്ട് തന്നെ തിരുമ്പി പിടിപ്പിക്കാം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ബീഫ് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ മസാല എല്ലാ പീസിലും നല്ല പോലെ പറ്റണം, അതുവരെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു 1 മണിക്കൂർ വയ്ക്കണം. ഈ മസാലയെല്ലാം ഇതിലേക്കൊന്ന് പിടിച്ച് നല്ലപോലെ ആവാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിലേക്കായിട്ടൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ വെക്കണം എന്നില്ല. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ചട്ടിയിൽ വെച്ചേക്കണോണ്ട് ഞാനത് ഇവിടെ തന്നെ വയ്ക്കുക 1 മണിക്കൂർ നേരത്തേക്ക്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. പുറത്ത് നല്ല മഴ പെയ്യാം കേട്ടോ. ആ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഓക്കെ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായി ഇപ്പം. അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ബീഫ് മാരിനേറ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രം, അപ്പോൾ അതിൽ ആ മസാല എല്ലാം നമുക്കൊണ്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി, വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തത്. 1/2 ഗ്ലാസ് വെള്ളം മതി. എന്താണെന്ന് വെച്ചാൽ ബീഫ് വേവാനായിട്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അതിന് ശേഷം ഈ കുക്കർ അടച്ച് വെച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ കത്തിക്കാം. അപ്പോൾ ഇവനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ കേൾക്കണ വരെ നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കുക്കറിൽ വെച്ചത് 4 വിസിലടിച്ചു. 4 വിസിലടിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. നമ്മുടെ ചീനച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, മുളക്, വറ്റൽ മുളക്, അത് കാശ്മീരി മുളകാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. 4-5 എണ്ണം ഒന്ന് പിച്ചി പറിച്ചിട്ട് അതിനകത്തേക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിക്കുക. 1/2 മുറി തേങ്ങ ചെറിയ പീസുകളാക്കിയത്,
അതിട്ട് കൊടുക്കുക. ഈ തേങ്ങയും ഈ മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ തേങ്ങ എല്ലാം ഒരുമാതിരി മൂത്ത് വന്നു. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 10-30 ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഈ ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആവും അത്, മണമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിക്കുക. സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഒരു സ്പൂണ് ഇടാം. ഇതൊന്ന് മൂത്ത് വരണം. അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പെരിഞ്ചീരകം അത് ചതച്ച് വെച്ചേക്കണത് അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളതാണ്, അത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി, അധികം തീ വേണ്ട. ഇപ്പോൾ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തീ നല്ലപോലെ കുറച്ച് വെച്ചേക്കാണ് നമ്മൾ. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂൺ, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അതൊരു 2 സ്പൂൺ അതും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതൊരു 1 സ്പൂൺ. ഇത് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ്. നല്ല സ്മെല്ലൊക്കെ കിട്ടും അത് ഇടുമ്പോൾ. ഞാൻ സാധാരണ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ മസാലകൾ വേറെ ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഗരം മസാല ഇടുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരും. അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. സെമി ഗ്രേവി. നമ്മളിതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീയൊന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഗ്രേവി എല്ലാം ഒരു പെരട്ട് പരുവമാവും. അതാണ് നമ്മുടെ പൂതി തീർത്ത പോത്ത് വരട്ട്. അതിൻ്റെ പാകം അതാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഒരെണ്ണതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കാം. നമ്മുടെ പൂതി തീർത്ത പോത്ത് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പാനിലേക്ക് മാറ്റി നമുക്ക് റുമാലി റൊട്ടി കൂട്ടി ഇത് കഴിക്കാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റുമാലി റൊട്ടിയിൽ കൂട്ടി കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്നറിയാം. ഞാനിത് റുമാലി റൊട്ടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് വായിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങിട്ടോ, അതിൻ്റെ മണമൊക്കെ വന്നിട്ട് കിടു സൂപ്പർ. നല്ല എരിവൊക്കെ ഉണ്ട്. അടിപൊളി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇതുവരെ കാണാത്തവർ, നമ്മുടെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.